നമസ്കാരം. ശബരിമലയിൽ സമൂല മാറ്റത്തിന് തുടക്കം കുറിച്ച് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിൽ നിന്ന് മാരീച്ചന്മാരെ മാറ്റി നിർത്തും. വിശ്വാസം പുലർത്തുന്ന തീർത്ഥാടകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ദിശയിലാണ് പുതിയ നീക്കങ്ങളെന്നാണ് ജയകുമാർ വ്യക്തമാക്കിയത്. ഓരോരുത്തരുടെയും ചുമതലകൾ കൃത്യമായി നിർവചിച്ച് അവരവരുടെ ജോലി മാത്രമേ ചെയ്യൂ എന്ന് ഉറപ്പാക്കുമെന്നാണ് ജയകുമാറിന്റെ ഉറപ്പ്. തീർത്ഥാടകരുടെ ക്ഷേമത്തിനാണ് ബോർഡിന്റെ മുൻഗണന. അതിനായി സന്നിധാനത്തിലെ എല്ലാ ക്രമക്കേടുകളും പരിഹരിക്കുവാനാണ് ആദ്യ നീക്കം. ശബരിമലയെ പല കാര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനു പിന്നിൽ നീണ്ടു നിൽക്കുന്ന താല്പര്യ ബന്ധങ്ങളുമുണ്ട്. വരുന്ന ആളുകൾക്ക് ഭംഗിയായി ശബരിമലയിൽ അയ്യപ്പ ദർശനം സാധ്യമാകണം. അതിനുള്ള നടപടികളാണ് ആദ്യം എടുക്കുക. സമ്പൂർണ്ണ നവീകരണമാണ് ലക്ഷ്യം. ശബരിമലയിൽ വിശ്വാസമുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിൽ നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. എല്ലാം നന്നായി നടക്കുന്നുവെന്ന രീതിയിൽ പുനഃക്രമീകരിക്കുവാൻ ശ്രമിക്കും. മേൽശാന്തിമാർക്കൊപ്പം കീഴ്ശാന്തിയായി വരുന്നവർ ആ ജോലി ചെയ്താൽ മതിയാകും. കീഴ്ശാന്തിയുടെ ജോലി മേൽശാന്തിയെ സഹായിക്കലാണ്. അത് ചെയ്താൽ മതിയാകുമെന്നുമാണ് കെ ജയകുമാർ പറഞ്ഞത്. ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ചില തിരുത്തലുകൾ വേണ്ടിവരും. അതിനുള്ള പുതുവഴികളാണ് ദേവസ്വം ബോർഡ് ചെയർമാനായി കെ ജയകുമാറിനെ നിയമിക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനം. ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ ആകണമെന്ന് നിയുക്ത പ്രസിഡന്റ് പറയുന്നു. സ്പെഷ്യൽ കമ്മീഷണർ, ഉന്നതാധികാര സമിതി ചെയർമാൻ തുടങ്ങിയ നിലയിൽ ശബരിമലയെ നന്നായി അറിയുന്ന ഭക്തൻ കൂടിയായ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ ആശങ്കയുടെ കാലമാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് മനസ്സിലുള്ളത് എന്ന ചോദ്യത്തിന് ചുമതല ഏറ്റിട്ടില്ലാത്തതിനാൽ പുതുകാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയാനാകൂ. ഞാൻ അങ്ങോട്ട് ചെന്ന് വെട്ടാക്കുളം വെട്ടുമെന്നൊന്നും പറയാനില്ല. കയ്യെത്തും ദൂരത്തുള്ള തീർത്ഥാടനം കുറ്റമറ്റമാക്കുന്നതിലാണ് ആദ്യ ശ്രദ്ധ. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി തീർത്ഥാടന കേന്ദ്രീകൃതമായ തീർത്ഥാടന കാലം, അതാണ് ലക്ഷ്യം. ദേവസ്വം ബോർഡ് എന്ന ഉപകരണത്തിലൂടെ മാത്രമേ എല്ലാം ചെയ്യാനാകൂ. ആ ഉപകരണത്തെ ഭംഗിയാക്കി ജീവനക്കാർക്ക് പരിശീലനം നൽകി വിശാല കാഴ്ചപ്പാടിൽ ബോർഡിനെ പ്രൊഫഷണൽ ആക്കണം. പരിശീലനം, ഓഡിറ്റ്, അക്കൗണ്ടബിലിറ്റി, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ, സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ആർക്കും തകർക്കാനാകാത്ത വിധം സ്ഥാപനത്തെ ആധുനികമാക്കുക എന്നതാണ് വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടത്. അഴിമതി നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത സംവിധാനമുണ്ടാകണം. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സ്വർണം എല്ലാം സൂപ്പർ സേഫ് എന്ന് ഭക്തരോട് പറയാൻ സാധിക്കണം. അതാണ് അന്തിമ സന്ദേശം. ശബരിമലയും ദേവസ്വം ബോർഡിനും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ അദ്ദേഹം നേരിടുന്നത് ഇങ്ങനെയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത്. ശബരിമലയിൽ അത് അവസാനത്തേതാകണം. എന്തുകൊണ്ടിത് സംഭവിച്ചു, ഇനി സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്നതാണ് പ്രധാനം. ഇവിടെയാണ് തിരുത്തൽ വേണ്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് പരിശോധനകൾക്ക് ശേഷം ഈ തിരുത്തൽ നടപടികളിലേക്ക് കടക്കും. ഈ തീർത്ഥാടനത്തിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചെയ്ത ക്രമീകരണങ്ങളെ തുടർച്ച മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുത്തേണ്ടതുള്ളൂ. ബോർഡിലെ ജീവനക്കാരെല്ലാം മോശപ്പെട്ടവരാണ് എന്ന അഭിപ്രായമില്ല. കഴിവിലും മനോഭാവത്തിലും പരിശീലനത്തിലൂടെ മാറ്റം വരുത്താനാവുന്നതേ ഉള്ളൂ. ഞാനൊരു പരിശീലന കേന്ദ്രത്തിന്റെ മേധാവിയാണല്ലോ. എടുത്തുചാടി ചെയ്യാൻ ഇറങ്ങിയാൽ വഴിയിൽ കിടക്കുമെന്നറിയാം. അതിനാൽ സൂക്ഷിച്ചേ എന്തും ചെയ്യും. ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നത് പ്രധാനമാണ്. വിശ്വാസം കുറച്ചു നഷ്ടമായി. ദേവസ്വത്തിലുള്ള വിശ്വാസവും വീണ്ടെടുക്കണം. രാഷ്ട്രീയമല്ല, ദുരയാണ് പ്രശ്നം. അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടു പോകുമോ? അത്യാഗ്രഹം ചിന്താവിഷ്ടയായ സ്ഥിതിയിൽ കുമാരനാശൻ എഴുതിയതുപോലെ ദുരയും ദുർവ്യതിയാന ആസക്തിയുമാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കാം. അതെന്തു ചെയ്യുന്നുവെന്ന പണം നൽകിയവർ ചോദിക്കുമ്പോൾ ഉത്തരം നൽകണം. കാലങ്ങളായി ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഷ്ട്രീയ നിയമനമാണ് നടക്കാറുള്ളത്. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നത്. ഇതിന് മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചതല്ല. അമ്മയെ തല്ലിയ നാലഭിപ്രായമുള്ള എന്തിനും തർക്കമുള്ള കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നത് ചെറിയ കാര്യമല്ല. തിരിച്ചിറങ്ങുമ്പോഴും ഈ അംഗീകാരം ഉണ്ടാകണം. വേറെ താല്പര്യങ്ങളില്ല, ബദ്ധപ്പാടുമില്ല. ലളിതമായി ജീവിക്കാനാണ് ആഗ്രഹം. പ്രസംഗം, എഴുത്ത്, വായന, ഇതൊക്കെയായി ജീവിതം. ഇനി പ്രസംഗവും സാംസ്കാരിക പരിപാടികളും ഒക്കെ തീർത്ഥാടന കാലത്തെങ്കിലും കുറയ്ക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വെറുമൊരു IAS മാത്രമല്ല അദ്ദേഹം. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരിയെ ഗുണദായിനിയായും സർവഭൂകാരണിയുമായി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഗാനരചയിതാവാണ്. ചന്ദന ലേപന സുഗന്ധമന വരികളിൽ വിസ്മയിപ്പിച്ച ചലച്ചിത്രകാരൻ. IAS സൗമ്യമുഖം. ഇതിൽ എല്ലാം ഉപരി ചീഫ് സെക്രട്ടറി പദത്തിൽ വരെ എത്തിയ സർവീസ് അനുഭവം മലയാള സർവകലാശാലയെ നയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ സുപ്രധാന ദൗത്യങ്ങളും നിർവഹിച്ചു. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിലേക്ക് പ്രത്യേക ദൗത്യമായി കെ ജയകുമാർ എത്തുന്നത്. ശബരിമലയിലെ ഉത്സവ സീസണിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ജയകുമാർ.
ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ ശബരിമലയിലെ പ്രത്യേക ദൌത്യം കൂടി സുധാകരൻ ജയകുമാറിനെ ഏൽപ്പിച്ചു. പ്രതിസന്ധികളൊന്നുമില്ലാതെ ശബരിമലയിൽ ഉത്സവം നടത്തി ജയകുമാർ. അത് അന്നത്തെ VS അച്യുതാനന്ദന്റെ സർക്കാരിന് തുണയായി. VSനെ മല ചവിട്ടാനും ശബരിമലയിൽ എത്താനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യമായിരുന്നു. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും യാദൃശ്ചികമായാണ് ശബരിമലയിലേക്ക് ജയകുമാർ എത്തിയത്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ അന്ന് ശബരിമലയിലെല്ലാം നേർവഴിക്കാക്കി. ഇതിനൊപ്പമാണ് മാസ്റ്റർ പ്ലാൻ ചുമതല നൽകിയത്. EMSന്റെ മരുമകനായ CK ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാറിനെ നിയോഗിച്ചത്. അന്ന് ഗുപ്തന് വലിയ കോട്ടമുണ്ടാകാത്തതും ജയകുമാറിന്റെ ഇടപെടൽ കാരണമാണ്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു പിണറായി വിജയൻ. അന്ന് പിണറായിയുടെ കൂടെ സമ്മതത്തോടെയാണ് സുധാകരൻ ഈ ഒരു ഇടപെടൽ നടത്തിയത്. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുടെ പ്രതിസന്ധി കാലത്ത് ജയകുമാറിലേക്ക് പിണറായി വീണ്ടും തിരിയുന്നത്. സുധാകരൻ മുമ്പ് അവതരിപ്പിച്ച മോഡൽ പിണറായി ഉൾക്കൊള്ളുന്നു. IMGയുടെ ഡയറക്ടറാണ് നിലവിൽ ജയകുമാർ. ശബരിമലയിലേക്ക് വീണ്ടും പോകാൻ ജയകുമാറിന് പൂർണ്ണ താല്പര്യമാണ്. ശബരിമല വിശ്വാസങ്ങളുമായി എന്നും ചേർന്ന് നടന്ന ജയകുമാറിന് ദേവസ്വം ഭരണം വെല്ലുവിളികളുടേതാകാനും ഇടയില്ല. ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും. ദേവസ്വം മന്ത്രി VN വാസവന്റെ ഇടപെടലുകൾക്കും പരിധി വരും. ആഗോള അയ്യപ്പ സംഗമത്തിൽ അടക്കം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത്. പ്രതിപക്ഷത്തിന് പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വന്നു. കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനായ IS ഉദ്യോഗസ്ഥനാണ് K ജയകുമാർ. ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ M കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മൂത്ത മകനായി 1952 ഒക്ടോബർ 6 തിരുവനന്തപുരത്ത് ജനിച്ചു. കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ 1978 IAS നേടി. അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർ, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2002 മുതൽ 2007 വരെയുള്ള കാലത്ത് ഇദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2012 മാർച്ച് 31 ചീഫ് സെക്രട്ടറിയായി. അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു. വിജിലൻസ്, ദേവസ്വം, അന്തർ സംസ്ഥാന നദീജലം എന്നീ വകുപ്പുകളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ, ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ, സർക്കാർ പദ്ധതികൾ സംബന്ധിച്ചുള്ള ഉന്നതാധികാര സമിതി ചെയർമാൻ എന്നീ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2012 ഒക്ടോബർ 31 ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. 2012 നവംബർ 1 തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റു. കവിതാ സമാഹാരങ്ങൾ, വിവർത്തനങ്ങൾ, ജീവചരിത്രം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 20ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അർത്ഥവൃത്തങ്ങൾ, രാത്രിയുടെ സാധ്യതകൾ തുടങ്ങി 5 കവിതാ സമാഹാരങ്ങൾ മലയാളത്തിലും 2 ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു. ടാഗോറിന്റെ ഗീതാഞ്ജലിയും ഖലീൽ ജിബ്രാന്റെ പ്രവാചകനുമടക്കം പല പ്രശസ്ത കൃതികളുടെയും പരിഭാഷകൾ ഇദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളിൽ പെടുന്നുണ്ട്.